പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് ശാസ്ത്രീയ തമാശകളെ പറ്റിയാണ്. നമുക്കറിയാം, ശാസ്ത്രം മനുഷ്യലോകത്തിന് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നിരവധി കണ്ടുപിടുത്തങ്ങൾ, നിരവധി ഉപകരണങ്ങളൊക്കെ ശാസ്ത്രം സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിരവധി നിഗമനങ്ങൾ, പല കാര്യങ്ങളെപ്പറ്റി പഠിക്കാനൊക്കെ പല രീതിയിലുള്ള തിയറികൾ, ഇതൊക്കെ ശാസ്ത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം തൊട്ട് ശാസ്ത്രമുണ്ട് അല്ലേ. നമുക്കറിയാം, വളരെ ആദിമഗോത്ര മനുഷ്യർ അവർ തൻ്റെ ഗുഹയിൽ താമസിക്കുമ്പോഴൊക്കെ തീ ഉണ്ടാക്കിയിട്ടുണ്ട്, ചക്രമുണ്ടാക്കി. അതുപോലെ തന്നെ ഓരോന്നും ഓരോ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള ഇൻവെൻഷൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമുക്ക് തോന്നും അത് അത്ര വലിയ ഇൻവെൻഷനാണോ അല്ലെങ്കിൽ അത്ര വലിയ ശാസ്ത്രമായിരുന്നു എന്ന് നോക്കിയാൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു ശാസ്ത്രമായിരുന്നു. നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ സമയം അറിയാനായിട്ട് അവർ സൂര്യനെയാണ് ആശ്രയിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് നിരവധി ഉപകരണങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. സൂര്യൻ്റെ നിഴൽ വെച്ചുകൊണ്ട് സമയം അളക്കുന്ന ഉപകരണങ്ങൾ. അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് പല രീതിയിൽ കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പണ്ട് കാലം മുതലേ പ്രചാരത്തിലുള്ളതാണ്. അപ്പോൾ അന്ന് മുതലേ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളനുസരിച്ച്, മനുഷ്യൻ്റെ ആവശ്യങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കുന്നതോടുകൂടി ശാസ്ത്രവും വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല വളരെ പഴയ കാലത്ത് ഉണ്ടായ സംഭവങ്ങളൊന്നും ശാസ്ത്രീയമല്ല എന്ന് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ന് പലരും പറയാറുണ്ട് പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള. അപ്പോൾ നമുക്കറിയാം, ഈ ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഇന്ന് കാലത്ത് വിലയിരുത്തുമ്പോൾ പലരും പറയും അത് ശാസ്ത്രീയമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രത്തിന് പിൻബലമില്ല എന്ന് പറയുമെങ്കിലും അന്ന് കാലഘട്ടങ്ങളിൽ അതൊക്കെയായിരുന്നു ശാസ്ത്രം. അപ്പോൾ അതിലൊരു തെറ്റും പറയാനായിട്ട് സാധിക്കില്ല. കാരണം മനുഷ്യൻ്റെ ആ സമയത്തെ പരിമിതമായ അറിവ് വെച്ചിട്ട് അവൻ്റെ നിഗമനങ്ങളാണ്, അവൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള നിഗമനങ്ങളാണ് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം നമ്മളിവിടെ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പണ്ട് റോമ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ നമുക്കറിയാം, റോമ സാമ്രാജ്യം എന്ന് പറയുന്ന ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച, അല്ലെങ്കിൽ ലോകം മുഴുവനും കീഴടക്കിയ ഒരു സാമ്രാജ്യമായിരുന്നു. പണ്ടത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. നിരവധി തത്വചിന്തകന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. നിരവധി ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ, നിരവധി ശാസ്ത്രജ്ഞന്മാരൊക്കെ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലഘട്ടങ്ങളിൽ അവർ കണ്ടെത്തിയ ഒരു മൂലകമായിരുന്നു ലെഡ് എന്ന് പറയുന്ന മൂലകം. നമുക്കറിയാം, സ്വർണം, വെള്ളി തുടങ്ങിയതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തിയതാണ്. പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തി വേർതിരിച്ചെടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ മെറ്റൽസ് വരുമ്പോഴും അതിനെ ആ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഇരുമ്പ് കണ്ടെത്തി ഇരുമ്പിൻ്റെ ആയുധങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് യുദ്ധങ്ങളിലൊക്കെ കുറേ പേർക്ക് അതിന് മേൽക്കോയ്മ നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, വെടിമരുന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് തോക്ക് അല്ലെങ്കിൽ പീരങ്കി തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിരുന്ന സാമ്രാജ്യങ്ങളൊക്കെ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിൽ മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കണ്ടെത്തിയിട്ടുള്ള ഓരോ മെറ്റൽസ് അല്ലെങ്കിൽ ഓരോ മൂലകങ്ങൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടുപിടുത്തമായിരുന്നു ലെഡ് എന്നുള്ള മൂലകത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ അന്ന് റോമ സാമ്രാജ്യത്തിൽ ഈ ലെഡ് കണ്ടെത്തിയതിന് ശേഷം മനുഷ്യർ ഇത് പല രീതിയിലും യൂസ് ചെയ്യും. അപ്പോൾ ഈ ലെഡ് എന്ന് പറയുന്ന മൂലകം എന്ന് പറയുന്നത് ശരീരത്തിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ വളരെയധികം മിനുസവും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടെക്സ്ചറും അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ലെഡ് എന്നുള്ള മൂലകത്തിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് അന്നത്തെ ജനത്തിന് അറിയണ്ടായിരുന്നില്ല. അവരൊരു മൂലകം ലഭിച്ചു, അത് അവർ യൂസ് ചെയ്തു, പല രീതിയിലൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ അതിനെന്തൊക്കെയോ പ്രത്യേകത കണ്ടപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ദൈവത്വം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ട് എന്നൊക്കെ കണ്ടുകൊണ്ട് അവർ എല്ലാ സ്ഥലങ്ങളിലും ഈ ലെഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. തൻ്റെ പെയിൻറ്റിങ്ങുകളിലും അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ രാജകുടുംബാംഗങ്ങൾ അതുപോലെ തുടങ്ങിയിട്ടുള്ള വളരെയധികം സൊസൈറ്റിയിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന പല ആളുകളും ഈ ലെഡ് മൂലകം തങ്ങളുടെ കോസ്മെറ്റിക്സിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം അത് ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കും. കാരണം ഇത് ലെഡ് ചേർന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദേഹത്ത് പുരട്ടുമ്പോഴൊക്കെ അവിടെ പ്രത്യേക തരത്തിലുള്ള
മാറ്റങ്ങൾ കാണാനായിട്ട് സാധിച്ചിരുന്നു ടെമ്പററി ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സൗന്ദര്യത്തിന് വർദ്ധിക്കും എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് പലരും അതിന് വേണ്ടി പരസ്യം ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ പേര് റോമ സാമ്രാജ്യത്തിലെ നിരവധി സ്ത്രീകളും ഒക്കെ അതിനു വേണ്ടി അത് യൂസ് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് ഒരു ജനറേഷൻ മൊത്തം ഇത് വളരെയധികം പ്രാചാരത്തിലായി. ഇന്ന് പലരും നമുക്കറിയാം ഇന്ന കാര്യം ചേർത്തിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് അതിന് വളരെയധികം പ്രചാരം ലഭിക്കാറുണ്ട്. അപ്പോൾ അത് അന്നത്തെ ഓരോ ശാസ്ത്രജ്ഞന്മാർ പറയും ഈ സാധനം ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള രോഗശാന്തി അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ധരിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ ശാസ്ത്രവും പറഞ്ഞിരുന്നത് ഈ ലെഡ് എന്നുള്ള കാര്യം ശരീരത്തിന് നല്ലതാണെന്നുള്ളതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം, ഇപ്പോൾ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഈ ലെഡ് അവർ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ലെഡ് വലിയൊരു പോയിസണാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ലെഡ് പോയിസണിങ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം പഴയ കാലത്ത് സംഭവിച്ചത്. അപ്പോൾ അവരുടെ അതായത് സ്ത്രീകൾ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും പലർക്കും പല രീതിയിലുള്ള ജനിതകപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാണാൻ തുടങ്ങി. പല കുട്ടികളും അംഗവൈകല്യങ്ങളോടുകൂടി ബുദ്ധിമാന്ദ്യത്തോടു കൂടിയൊക്കെ ജനിക്കാൻ തുടങ്ങി. പലരുടെയും ശാരീരിക ക്ഷമത തന്നെ കുറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നീട് റോമ സാമ്രാജ്യത്തിൽ പിന്നെ വന്നിരിക്കുന്ന പല ജനറേഷൻസിലൊക്കെ ഇതൊക്കെ എഫക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ ഇതൊന്നും തിരിച്ചറിയണ്ടായിരുന്നില്ല. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഈ മരണകാരണമൊക്കെ പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ കുഴിമാടത്തിൽ നിന്നൊക്കെ ഈ ശരീരം എടുത്തുകൊണ്ട് അതൊക്കെ പരിശോധിച്ചപ്പോഴാണ് വളരെയധികം അളവിൽ ലെഡ് പോയിസണിങ് നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു അധപതനം അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ ശക്തി ക്ഷയിക്കാനും അവർ താരതമ്യേന വളരെ പ്രബലന്മാരും വളരെ ശാരീരിക ക്ഷമതയുള്ളവരൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് വരുന്ന ജനറേഷൻസിനൊക്കെ വളരെയധികം ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ അതൊരു വലിയൊരു ട്രാജഡി ആയിട്ട് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു സംഭവം പിന്നീട് ഈ സംഭവം നടക്കുന്നത് AD 100, 200, 300 കാലഘട്ടത്തിൽ നടന്ന സംഭവമാണിത്. എന്നാൽ ഇനി വരുന്ന സംഭവം നടന്നത് 1875 അല്ലെങ്കിൽ 1900 തുടങ്ങിയ ആ സമയത്താണ് നടക്കുന്നത്. അതായത് റേഡിയം എന്നുള്ള മൂലകത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയായിട്ടാണ് രണ്ടാമത്തെ ട്രാജഡി സംഭവിക്കുന്നത്. റേഡിയം നമുക്കറിയാം ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റലാണ്. അപ്പോൾ ആ റേഡിയത്തിന് അന്ന് കാലഘട്ടത്തിൽ ഇത് കണ്ടെത്തിയതിന് ശേഷം വളരെയധികം പ്രത്യേകത ഉള്ളതായിട്ട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. കാരണം ഈ വസ്തു ഇരുട്ടിൽ പ്രകാശിക്കുന്നു, അതുപോലെ തന്നെ ഈ വസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശം എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെയധികം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾക്കുള്ള പ്രത്യേകത അന്ന് ഈ പദാർത്ഥത്തിനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ശാസ്ത്രത്തിന് അറിയാമായിരുന്നില്ല ഈ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഈ മെറ്റീരിയൽ മനുഷ്യന് ദോഷകരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. നമുക്ക് നമ്മുടെ ജനിതക ഘടന തന്നെ മാറ്റാനായിട്ട് മ്യൂട്ടേഷൻസിനൊക്കെ കാരണമാകും എന്നുള്ള കാര്യമൊന്നും അന്നത്തെ ശാസ്ത്രത്തിന് അറിയേണ്ടായിരുന്നില്ല. കാരണം അവരുടെ അന്നത്തെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നു ഇതൊരു പ്രത്യേക തരത്തിലുള്ള മെറ്റലാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതുതായിട്ട് നമുക്ക് സംഭവിക്കും. ഇപ്പോൾ നമുക്കറിയാം വളരെ പ്രകൃതിയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു പൂവ് ലഭിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകതയുള്ള ഒരു സാധനം ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ജിജ്ഞാസയും മനുഷ്യൻ്റെ ഒരു ചിന്തയാണ് ചിലപ്പോൾ അതിന് എന്തെങ്കിലും വലിയൊരു പ്രത്യേകത വലിയൊരു കഴിവുണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതെടുത്തുകൊണ്ട് പല രീതിയിലും മനുഷ്യൻ കൺസ്യൂം ചെയ്യാനും പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതേ സൈക്കോളജി തന്നെയാണ് അന്നും സംഭവിച്ചത്. ഈ കണ്ടെത്തിയ ഈ മെറ്റൽ എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകളെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങൾ മനുഷ്യനുണ്ടാക്കുമെന്നോ അവർക്ക് പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു അന്നത്തെ ശാസ്ത്രത്തിന്. അന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയ മെറ്റീരിയലാണ് ഈ റേഡിയം. ഈ അന്നത്തെ ഈ ലെഡ് പോയിസണിങ് പോലെ തന്നെ ആ കാലഘട്ടത്തിലും ഈ റേഡിയം അവരുടെ നിത്യജീവിതത്തിൽ ഭാഗമായി. പലരും ഈ റേഡിയം മെറ്റീരിയലിന് എന്തോ വലിയൊരു ദൈവത്വം നിറഞ്ഞ ഒരു സംഭവമാണെന്ന് കരുതിക്കൊണ്ട് ഇത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് റേഡിയം ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, കോസ്മെറ്റിക്സ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മുഖകാന്തി അല്ലെങ്കിൽ ശരീരകാന്തി വർദ്ധിക്കും, അല്ലെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു എനർജി ലഭിക്കും,
ശരീരത്തിലെ പല രോഗങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പരത്താൻ തുടങ്ങി. അപ്പോൾ ഈ റേഡിയത്തിന് വളരെയധികം മൂല്യം കൂടി. റേഡിയം ഒരു കാര്യത്തിന് കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വിലയും വർദ്ധിക്കുമല്ലോ. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കോസ്റ്റും അതുപോലെ തന്നെ പല രീതിയിൽ ഇതിന് മാർക്കറ്റിങ് കിട്ടി. അപ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ ആർത്തിയാണ്, ഒരു ബിസിനസ് മൈൻഡോടുകൂടി ഇതിനെ കണ്ടതിന് ശേഷം ഉണ്ടായ വിപരീത ഫലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ റേഡിയം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ യൂസ് ചെയ്തു തുടങ്ങി, കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്തു തുടങ്ങി. റേഡിയം ചേർക്കാത്ത ഒരു സംഭവങ്ങളും പിന്നീട് ഉണ്ടായില്ല. കാരണം എല്ലാ സംഭവങ്ങളിലും റേഡിയം ചേർത്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രത്യേകതകൾ, അതിന് വളരെയധികം പൈസ മൂല്യവർദ്ധിതമായി. ഒരു പ്രോഡക്റ്റ് റേഡിയം ചേർത്ത് കഴിഞ്ഞാൽ അത് മൂല്യവർദ്ധിതമായിട്ട് ആൾക്കാർക്കും ഡിമാൻഡായി. കാരണം ഈ റേഡിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാം, നമ്മുടെ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഓർഗാനിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് നമുക്ക് അതിനൊരു പ്രത്യേക വിലയാണല്ലോ ഈടാക്കുന്നത്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ റേഡിയം ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കും കോസ്മെറ്റിക്സിനൊക്കെ പ്രത്യേക വില ഉണ്ടായി, ഡിമാൻഡും കൂടി. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. റേഡിയം എന്നുള്ളത് ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ജനിതകമായിട്ട് നമുക്ക് മാറ്റം വരുത്തുമെന്നൊക്കെ പിന്നീടാണെന്ന് മനസ്സിലായത്. കാരണം പിന്നീട് ഇത് യൂസ് ചെയ്ത് വരിൽ പല പല രോഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി, ക്യാൻസറുകൾ കണ്ടെത്താൻ തുടങ്ങി. പിന്നീട് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം രോഗങ്ങളോടുകൂടി അവർ ജനിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ശാസ്ത്രത്തിൽ മനസ്സിലായി ഇത് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. പിന്നീട് അത് ബാൻ ചെയ്തു. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെയധികം പ്രചാരത്തിലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു 1900 അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി സംഭവിച്ച കാര്യങ്ങളാണ്. ഇതൊരു 1950-60 കാലഘട്ടത്തിൽ ഇത് ബാൻ ചെയ്തു. പിന്നീട് ഇതിൻ്റെ ദോഷഫലങ്ങൾ ശാസ്ത്രം മനസ്സിലാക്കിയതിന് ശേഷം അത് ബാൻ ചെയ്തു. പിന്നീട് നമ്മുടെ ഇപ്പോൾ അടുത്ത് വന്ന ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 10-15 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം വില ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. പെട്ടെന്നൊരു കാലഘട്ടത്തിൽ വളരെയധികം വില ഇടിഞ്ഞ് വെളിച്ചെണ്ണ ആർക്കും വേണ്ടാത്ത സിറ്റുവേഷനായിപ്പോയി. കാരണം അന്ന് അവിടെ ഒരു ക്യാമ്പയിനിങ് നമുക്കറിയാം ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയേറെയാണ്, അത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും, അത് ആരോഗ്യകരമല്ല എന്നുള്ളൊരു പഠനം മുന്നോട്ട് വന്നു. അതിനുശേഷം വെളിച്ചെണ്ണയ്ക്കൊക്കെ വളരെ വില കുറഞ്ഞു, ആൾക്കാർ കയറ്റുമതി ചെയ്യാണ്ടായി. സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾ ഓയിൽസിന് പ്രചാരം നേടി. നമ്മുടെ നാടുകളിലൊക്കെ ആൾക്കാർ സ്വന്തം വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടായാൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ കടയിൽ പോയി സൺഫ്ലവർ ഓയിൽ മേടിച്ച് യൂസ് ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അന്നത്തെ ശാസ്ത്രം പറഞ്ഞിരുന്നത് ഈ വെളിച്ചെണ്ണയ്ക്കല്ല മറ്റ് വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യുന്നതാണ് ശരീരത്തിന് നല്ലതെന്ന് പറഞ്ഞ് വരുത്തിയതിന് ശേഷമാണ്. അതിൻ്റെ പിന്നിൽ കുറേ ബിസിനസ് മൈൻഡോടുകൂടി പലരും പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അന്നത് സംഭവിച്ചത്. പിന്നീട് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ യാഥാർത്ഥ്യം വെളിവായത്. അതായത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കിട്ടാവുന്ന ഓയിൽസിൽ വെച്ചിട്ട്, വെജിറ്റബിൾ ഓയിൽസിൽ വെച്ചിട്ട് ശരീരത്തിന് ഏറ്റവും നല്ലതും അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും കൊളസ്ട്രോൾ കുറവും ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും ഒലിവ് ഓയിലുമാണെന്ന് പിന്നീട് ശാസ്ത്രം തന്നെ അത് സമ്മതിച്ചു, പലരും സമ്മതിച്ചു. അപ്പോൾ അന്ന് ഇതുമൂലമുണ്ടാക്കിയ നഷ്ടം ഒരു നമ്മുടെ തന്നെ കേരളത്തിലൊക്കെ സാമ്പത്തിക പുരോഗതിക്കൊക്കെ അത് വളരെയധികം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ സാമ്പത്തിക പുരോഗതിക്കൊക്കെ വലിയ കോട്ടം വരുത്തിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെതിരെ ആരാണത് തുറന്നു വിട്ടതെന്നും ആ പഠനങ്ങൾ തുറന്നു വിട്ടതെന്നും ആരാണത് പ്രചരിപ്പിച്ചതെന്ന് ആരും ഇപ്പോൾ ചിന്തിക്കേണ്ട, ആരും അതിൻ്റെ പിന്നാലെ പോകാറില്ല. ഇപ്പോൾ എല്ലാവരും വിദേശ നാടുകളിൽ പോലും വെളിച്ചെണ്ണ ഭയങ്കര വില കൂടി വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ വെളിച്ചെണ്ണേനെ വലിയൊരു പദവി കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ 3 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്ന് മനസ്സിലായത്? നമ്മൾ ഒരിക്കലും ശാസ്ത്രം മോശമാണെന്നോ അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നതൊക്കെ തെറ്റാണെന്നോ ഒന്നല്ല പറയുന്നത്. ബേസിക്കലി ശാസ്ത്രം ശരിയാണ്, അല്ലേ? ശാസ്ത്രം നല്ലതാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി. പക്ഷേ അത് യൂസ് ചെയ്യുന്നവരുടെ മൊറാലിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ ഗുണവും ദോഷവും. ഒരു നല്ലൊരു സാധനം കണ്ടെത്തി, പക്ഷേ ആ മനുഷ്യൻ അത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറൊരു മനുഷ്യനെ നശിപ്പിക്കാനാണോ, അല്ലെങ്കിൽ അവൻ്റെ ലാഭക്കുതിക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ബിസിനസ് മൈൻഡിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ആ ടെക്നോളജി, ആ ശാസ്ത്രം യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ശാസ്ത്രം അൾട്ടിമേറ്റായിട്ട് മനുഷ്യന് നല്ലതായിട്ടോ ദോഷകരമായിട്ടോ സംഭവിക്കുന്നത്. നമുക്കറിയാം, ന്യൂക്ലിയർ ഫ്യൂഷനൊക്കെ കണ്ടെത്തിയതിന് ശേഷം ന്യൂക്ലിയർ ബോംബ് കണ്ടെത്തി.
അപ്പോൾ അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് നമുക്കറിയാം. ന്യൂക്ലിയർ എന്നുള്ള ഒരു എനർജി സോഴ്സിൽ നിന്ന് മനുഷ്യന് ഉപകാരപ്രദമായിട്ട് എനർജി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ മനുഷ്യൻ്റെ ഒരു രാജ്യത്തിൻ്റെയും ഒരു കൂട്ടം മനുഷ്യരുടെയും തന്നെ കൊലപാതകത്തിന് കാരണമായത് ഈ ന്യൂക്ലിയർ എനർജിയാണ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബാണ്. അപ്പോൾ അവിടെ വില്ലൻ ആരാണ്? വില്ലൻ അൾട്ടിമേറ്റായിട്ട് മനുഷ്യനാണ്. ഇത് യൂസ് ചെയ്യുന്ന മനുഷ്യനാണ് വില്ലനായിട്ട് മാറുന്നത്. അവിടെ ശാസ്ത്രം നല്ലതായിരുന്നു, ആ ടെക്നോളജി യൂസ് ചെയ്തിരുന്നത് നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്തിരുന്ന മനുഷ്യൻ പല രീതിയിൽ അത് യൂസ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന പല രോഗങ്ങൾക്ക് കാരണം പടർന്ന് പകർച്ചവ്യാധിയായിട്ട് വന്നിരിക്കുന്ന പല വൈറസുകളുടെയും കാരണം പല രീതിയിലും പല ലാബോറട്ടറികളിലും ഉണ്ടാക്കിയിട്ടുള്ള ജനിതകപരമായിട്ട് മാറ്റം വരുത്തിയിട്ടുള്ള പല വൈറസുകളാണ് പല രാജ്യങ്ങളുടെയും പകർച്ചവ്യാധികൾക്ക്. അതുപോലെ തന്നെ കൃഷിവിളകളെ നശിപ്പിക്കുന്ന കളകൾ, അതുപോലത്തുള്ള പ്രാണികളൊക്കെ ഉണ്ടാക്കിയത് പലരും ജൈവ ആയുധം പോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണെന്ന് നമുക്ക് അറിയാം. പല റിപ്പോർട്ടുകളും അതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഈ ശാസ്ത്രം മനുഷ്യനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിലും വേറൊരു രീതിയിൽ മനുഷ്യനെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമുക്കറിയാം ഇന്ന് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന എന്ത് പഠനത്തെയും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളോട് ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നമുക്കറിയാം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. അത് ഇന്നെ കൂടി പല രീതിയിലും ഇനി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനുഷ്യന് അൾട്ടിമേറ്റായിട്ട് മനുഷ്യന് ജീവിക്കണം, ഓക്കെ, പക്ഷേ അതിൻ്റെ എത്രമാത്രം ഏതൊക്കെ ലെവൽ വരെ നമ്മൾ പോകണം. അതായത് ഈ ശാസ്ത്രം ഈ ടെക്നിക്ക് യൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് എന്താണ്? അവർ ബിസിനസ് മൈൻഡോട് കൂടിയാണോ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ എന്നുള്ളതും അതുപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആയുസ്സിനും നല്ലതാണ്. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ഇമോഷൻസ് മുതലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ബിസിനസ് മൈൻഡോടുകൂടി പലരും ചെയ്യുന്ന അതിനെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് നെസസിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അതിലേക്ക് തള്ളിവിടുകയാണോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നമുക്കറിയാം ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പഠനത്തിന് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു ഒരാൾ ഒരു ആർട്ടിക്കിൾ ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മളോട് പറയാണ് നിങ്ങൾ ദിവസം 5 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് എന്നുള്ളത് ഒരാൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പേപ്പർ അടക്കം നമുക്ക് തെളിവായിട്ട് തന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞ് പരത്താണ് ഒരാൾ. എന്നാൽ നമുക്ക് ഈ പഠനം തന്നെ വേറെ രീതിയിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ കാണാം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് എന്നുള്ളത് അത് വേറൊരാൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പഠനത്തിനും നമുക്ക് ഒരു വിശ്വാസ്യത ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഏതാണ് നല്ലത്, ഏതാണ് ശരി? ചിലർ പറയുന്നു വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ്, വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നത്. വേറൊരാൾ പറയുന്നു വെജിറ്റബിൾസ് കൊണ്ട് ഒരു ഗുണവും ശരീരത്തിന് ലഭിക്കുന്നില്ല, മാംസം മാത്രം യൂസ് ചെയ്താൽ മതി, ശരീരത്തിന് അതാണ് നല്ലതെന്ന് വേറൊരാൾ പറയുന്നു. അത് രണ്ടുപേരും ഒരു ശാസ്ത്രം പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരാൾ ഒരു രീതിയിൽ അതിനെ റിസർച്ച് ചെയ്ത് പല രീതിയിൽ കണ്ടെത്തുന്നു, വേറൊരാൾ വേറൊരു രീതിയിൽ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നു. അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നവരുടെ മനോധർമ്മം പോലെയാണ്, അവരുടെ അജണ്ടകൾ പോലെയാണ് പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് ഒരു കാര്യത്തിൽ തന്നെ ദോഷവും ഗുണവുമായിട്ട് നമുക്ക് പല റിസർച്ചുകളും പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ നമുക്കറിയാം, ഈ PhD ഒക്കെ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരു പേപ്പർ ഒരു കാര്യത്തെ പറ്റിയുള്ള റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ, ഒരു പഠനം പബ്ലിഷ് ചെയ്യുന്നത് പൈസ കൊടുത്താൽ കഴിയുന്ന കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു PhD നേടാൻ തക്ക രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒരു വലിയൊരു ജേർണലിൽ കൊണ്ടുപോയി കുറച്ച് പൈസയൊക്കെ കൊടുത്ത് നമ്മളുടെ ഒരു പഠനം ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതും ഒരു ശാസ്ത്രീയ പഠനം എന്നുള്ള രീതിയിൽ അതിനെ മുന്നോട്ട് വയ്ക്കാം. അതുപോലെ തന്നെ പല ഏജൻസികളും, ഇപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറയാം നാട്ടിലെ കപ്പയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. എനിക്ക് ഈ കപ്പ അധികം നാട്ടിൽ വിലയില്ലാത്ത കാര്യമാണ്, കിഴങ്ങെന്ന് പറയുന്ന കപ്പ.
അപ്പോൾ ഈ കപ്പയിൽ എന്തെങ്കിലും കപ്പ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മനുഷ്യന് ഉപകാരമുണ്ടെന്ന് എനിക്ക് തെളിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ മാറ്റാനായിട്ട് കപ്പ പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർക്ക് പൈസയും കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിക്കുകയാണ്. നമുക്കറിയാം ക്യാൻസറെ നശിപ്പിക്കുന്ന പല കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു മൂലകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കപ്പയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആക്ച്വലി ഇതിനെ ചോദ്യം ചെയ്യുന്നവർക്കും നമുക്ക് കൊടുക്കാൻ ഉത്തരവുണ്ട്. കാരണം ക്യാൻസറെ നശിപ്പിക്കുന്ന ഒരു കാര്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വലിയതായിട്ട് പറഞ്ഞു. അപ്പോൾ ചോദിച്ച് വരുന്നവർക്ക് നമുക്ക് തെളിവ് കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ തെളിവുകൾ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മൾ വളരെയധികം പ്രചാരപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്രത്യേക ഇനം നമ്മുടെ ബ്രാൻഡ് അടിച്ച കപ്പകൾ മാത്രം വിതരണം ചെയ്യുന്നു, ലോകം മൊത്തം വിതരണം ചെയ്യുന്നു. ആൾക്കാരെ പല രീതിയിലും ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് പലരെ നിയമിക്കുന്നു. സമൂഹത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തികൾ, സിനിമാ നടന്മാർ, ഇവരെയൊക്കെ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ് നമ്മൾ ഈ കാര്യം അവരുടെയും ബോധിപ്പിക്കുന്നു. നമ്മൾ ഈ പഠനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്യാൻസറെ നശിപ്പിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും ബോധ്യപ്പെടുത്തി അവർക്കും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരും ചെയ്യാൻ തയ്യാറാവും. ആരും ഇത് വന്ന് ഇഴ കീറി പരിശോധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ബിസിനസ് ഞാൻ വലുതാക്കി എനിക്കൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി വലിയൊരു രീതിയിൽ അതിനെ മാറ്റാം. ഈ സെയിം സംഭവം തന്നെയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ എന്നുള്ള പേരിൽ പല കാര്യങ്ങളെടുത്ത് വന്നുകൊണ്ട് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ സാധാരണക്കാരനായ മനുഷ്യൻ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് നടന്ന സംഭവം അറിയാം, കോവിഡിനെതിരെയുള്ള വാക്സിൻ. നമുക്കറിയാം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ആരുടെയും കയ്യിലൊരു ഓപ്ഷൻ മരുന്നുണ്ടായിരുന്നില്ല ഈ കോവിഡിനെ തോൽപ്പിക്കാനായിട്ട്. നമ്മളെല്ലാവരും വാക്സിൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുകയാണ് അതിനെല്ലാം പാർശ്വഫലങ്ങളുണ്ട്, അത് ഉപയോഗിച്ചവരിലേക്ക് പലർക്കും ഹൃദയാഘാതം വരാൻ ചാൻസ് ഉണ്ട്, പക്ഷാഘാതം വരാൻ ചാൻസ് ഉണ്ട്, രക്തം കട്ടപിടിക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് അന്ന് അവർ പറഞ്ഞില്ല. അന്ന് പറഞ്ഞത് അന്നത്തേതനുസരിച്ച് ഒരു സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ്. അന്ന് വന്നിരിക്കുന്ന പലരും കുഴഞ്ഞു വീണപ്പോഴും പലർക്കും ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴും അവർ പറഞ്ഞത് ഇതായിട്ടൊരു ബന്ധമില്ല, ഇതിനൊരു തെളിവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നു ഇത് കഴിച്ച് വാക്സിൻ എടുത്തവർക്കൊക്കെ ഇങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും വരുന്നതെന്നല്ല, സാധ്യതയുണ്ടെന്നുള്ള കാര്യം അവർ സമ്മതിച്ചു. ഇനിയിപ്പോൾ നാളെ ഇത് വേറെ രോഗമായിട്ട് മാറുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ വാക്സിൻ, നമ്മുടെ ഉള്ളിലുള്ള വാക്സിൻ കൊണ്ട് ഇനിയൊരു 10-20 വർഷം കഴിയുമ്പോൾ ഈ തലമുറകളെ മൊത്തം നശിപ്പിക്കുന്ന ഒരു രോഗമായിട്ട് ഇത് മാറാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അതുണ്ടെന്നല്ല പറഞ്ഞാൽ ഉണ്ടാവാനായിട്ട് ചാൻസ് അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ എന്താണ് പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ശാസ്ത്രം, ഏത് കാലഘട്ടത്തിലെ ശാസ്ത്രവും അപൂർണമാണ്. നമുക്കതിനെ അന്ധമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനൊരു കോട്ട് മുമ്പും നമ്മുടെ പേജ് വഴിയായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് അന്ധമായിട്ട് നമ്മൾ ശാസ്ത്രത്തെ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു അന്ധവിശ്വാസം തന്നെയാണ്. അന്ധവിശ്വാസം എന്താണ്? നമുക്ക് അന്ധമായിട്ടൊരു കാര്യത്തെ വിശ്വസിക്കുക, അത് നമ്മളെ എല്ലാ കാര്യത്തിനുള്ള പോംവഴിയാണ്, അതാണ് സത്യം, അതിലൊരു തെറ്റുണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ അന്ധവിശ്വാസം. അപ്പോൾ അത് തന്നെയാണ് പലരും ശാസ്ത്രമായിട്ട് മുന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെയും ഗതികേട് എന്ന് പറയുന്നത്. ഈ ശാസ്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ മനുഷ്യരായതുകൊണ്ടും ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മനുഷ്യരായതുകൊണ്ടും മനുഷ്യനെപ്പോൾ വേണമെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കാം, തെറ്റുകൾ പറ്റാം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ തിന്മയായിട്ടുള്ള മനുഷ്യൻ്റെ ഈവിൽനെസ് അതിൽ പ്രകടമാക്കാം. അപ്പോൾ അതൊക്കെ ഈ ശാസ്ത്രത്തിലും അടങ്ങിയിരിക്കും. പല അജണ്ടകളും മാറും. ഇപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളുടെയും പിറകിൽ പല ടെക്നോളജികളും പുറത്തേക്ക് വിടാതിരിക്കുന്നുണ്ടാവും. ഇന്ന് നമുക്കറിയാം, പണ്ട് കാലത്തും ഈ ഇലക്ട്രിക്കൽ കാറ്, ഇന്ന് ഇലക്ട്രിക്കൽ കാർസിനൊക്കെ വളരെയധികം പ്രചാരമുണ്ട്. പക്ഷേ ഇത് 1950 കാലഘട്ടത്തിൽ 20 കാലഘട്ടങ്ങളിലൊക്കെ അന്നും ഇലക്ട്രിക്കൽ കാറുകൾ കണ്ടുപിടിച്ചിരുന്നു. നമ്മുടെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തൊക്കെ അറിയാം, അന്നത്തെ ഇലക്ട്രിക് കാറുകൾ ഇംഗ്ലണ്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക് കാറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്നില്ല. അതൊന്നും അതിനുവേണ്ടി റിസർച്ച് നടത്തുകയോ അല്ലെങ്കിൽ അതൊന്നും വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? ഓയിൽ പ്രൊഡക്ഷൻ നടന്നത് കാരണം കൊണ്ട്, ഓയിൽ ബിസിനസ് അതിൽ നടക്കുന്ന കാരണം കൊണ്ട് അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ആളുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യാതെ താഴ്ത്തി ഗവൺമെൻറ്റുകളും പലതും
പല വന്നിരിക്കുന്ന ടെക്നോളജികളെ പലരും പുറത്തേക്ക് കൊണ്ടുവരാതെ താഴ്ത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല മാഫിയകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വേറൊരു ഗത്യന്തരമില്ല, അല്ലെങ്കിൽ ഇനി ഇതിനാണ് ബിസിനസ് എന്ന് കരുതിക്കൊണ്ട് അവരിപ്പോൾ ഇതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്തിറങ്ങുന്നു. ഇനി നാളെ വേറെ ടെക്നോളജി വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മാറപ്പെടും. അപ്പോൾ നമുക്കറിയാം ലോകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നതിലൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകളും മനുഷ്യൻ്റെ ഈവിൾനെസ്സും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റായിട്ട് ഒരു കാര്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് അലോപ്പതിയെ എല്ലാവരും, നമ്മുടെ നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരും റാഷണലായിട്ട് ചിന്തിക്കുന്നവർ അലോപ്പതിയെ ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചികിത്സയ്ക്ക് ആകെ ഒരു മാർഗ്ഗം അലോപ്പതി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാത്തിനെയും നിശിതമായി വിമർശിക്കുന്നവരുണ്ട്. നമ്മുടെ ആയുർവേദം, ഹോമിയോപ്പതി, ഇതിനൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അതിനൊന്നും തെളിവുകളില്ല, ശാസ്ത്രീയ തെളിവുകളില്ല. ആകെ തെളിവുള്ളത് അലോപ്പതി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഈ അലോപ്പതിയിലുള്ള പല ശസ്ത്രക്രിയയും, അലോപ്പതിയാണ് ഒരു പരിധിവരെ നമുക്കറിയാം മനുഷ്യന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അലോപ്പതിയാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും പെട്ടെന്ന് നമുക്ക് തെളിവോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അത് ഉപയോഗിക്കുന്ന മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ പല രീതിയിലും അതിനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പല രീതിയിലും ബിസിനസ് മൈൻഡോടുകൂടി നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു രോഗവുമായിട്ട് ചെല്ലുമ്പോൾ ചെയ്യുന്ന നമ്മുടെ സ്കാനിങ്ങുകൾ, നൽകുന്ന മരുന്നുകൾ, ഇതിൻ്റെയൊക്കെ എണ്ണ എടുത്താലും അറിയാം എത്രമാത്രം അത് ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഇന്ന് എനിക്ക് ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തൊരു രോഗമാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെക്കൊണ്ട് ആ ശസ്ത്രക്രിയ ചെയ്തിട്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തെ വരെ ദോഷകരമായി ബാധിച്ച്, അല്ലെങ്കിൽ മനുഷ്യനെ ആ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യനിൽ നിന്ന് പൈസ ഈടാക്കുന്ന ശാസ്ത്രത്തെ നമുക്ക് എത്രയധികം വിശ്വസിക്കാം? അപ്പോൾ അലോപ്പതി നല്ലതാണ്, പക്ഷെ ഉപയോഗിക്കുന്നത് മനുഷ്യനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ മായം കലർത്താനും അതിനെ മാറ്റം വരുത്താനൊക്കെ മനുഷ്യന് സാധിക്കും. അപ്പോൾ നമുക്കൊന്നിനെയും ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതും, ഇപ്പോൾ ആയുർവേദം മോശമാണെങ്കിൽ തെളിവുകളില്ല എന്ന് പറയും. പണ്ട് കാലത്തെ ശാസ്ത്രമായിരുന്നു ആയുർവേദം. പണ്ട് കാലത്ത് മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് ശാസ്ത്രീയമായി ചിലപ്പോൾ അവർക്ക് തെളിവുകൾ, അന്ന് ലാബോറട്ടറികൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാനുള്ള ഇടങ്ങളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജി ഉണ്ടാവാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ഏത് ഇലയിൽ എന്തൊക്കെ അടങ്ങിയിരുന്നു എന്നൊന്നും പറയാനായിട്ട് അന്നത്തെ വൈദ്യന്മാർക്ക് സാധിക്കില്ല. ഇന്ന് ഇവർ വെല്ലുവിളിക്കുന്നത്, അലോപ്പതി വെല്ലുവിളിക്കുന്നത്, ആയുർവേദത്തിന് വെല്ലുവിളിക്കുന്നതാണ്, നിങ്ങളത് ഏതെങ്കിലും ഒരു ലാബോറട്ടറിയിൽ തെളിയിക്കുക, എന്തുകൊണ്ടാണ് ഇത് രോഗം ശമിപ്പിക്കുന്നത്, അതിലെന്തടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ലാബോറട്ടറി ഉണ്ടായില്ല, ഇലക്ട്രിസിറ്റി തന്നെ ഉണ്ടായില്ല, എക്യുപ്മെൻറ്റ്സ് ഉണ്ടായില്ല. അപ്പോൾ അവർക്കറിയില്ല, അവർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അവരുടെ നിരീക്ഷണങ്ങളും അവരുടെ ട്രയൽസും വെച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ പല ഇലകളും അത് ഒരു രീതിയിൽ കൂട്ടിച്ചേർത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന രോഗശാന്തി ലഭിക്കുമെന്നവർ കണ്ടെത്തിയത് കൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്നോ അത് എന്തൊക്കെയാണ് അത് മാറ്റം വരുത്തുന്നതെന്ന് അവർക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നതുകൊണ്ട് അങ്ങനെ ഒരു തെളിവില്ലാത്തത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാനായിട്ട് ആർക്കും ഒരു യോഗ്യതയില്ല. കാരണം അല്ലെങ്കിൽ ശാസ്ത്രം പോയിട്ട് ആ മരുന്നുകൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു കഷായം ഉണ്ടാക്കുന്നതിൽ എത്രയധികം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന്. ഇത് ശാസ്ത്രം പോയിട്ട് അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ആ ഫുള്ള് കാര്യങ്ങളും എടുത്ത് പഠിച്ച് അതിലെന്തൊക്കെ അടങ്ങുന്നുണ്ട്, ഇതിനെ ഈ രോഗത്തിന് ഇതുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യം കൊണ്ട് ഈ രോഗത്തിന് രോഗശാന്തി കിട്ടില്ല എന്ന് ശാസ്ത്രം തെളിയിക്കണം. എന്നാൽ പറയണം ആയുർവേദം അല്ലെങ്കിൽ ആയുർവേദം തെറ്റാണെന്നോ അല്ലെങ്കിൽ ഈ ചികിത്സാ രീതി തെറ്റാണെന്നോ. പക്ഷേ അതിനും അവർ പറയാനായിട്ട് അവർ പറയാൻ ശ്രമിക്കുന്നില്ല. അവർ പറയുന്നത് കാട് ഒന്നാകെ വെടിവെക്കാന്ന് പറയില്ലേ, എല്ലാ കാര്യങ്ങളും. അതായത് ആയുർവേദത്തിന് തെളിവ് കൊടുക്കാൻ, ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള തെളിവ് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആയുർവേദം എന്നുള്ളത് ശാസ്ത്രമല്ല, ആയുർവേദം ഉള്ളത് ശരിയായ ചികിത്സാ രീതിയല്ല എന്നുള്ളതാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതുതന്നെയാണ് ഹോമിയോപ്പതിയുടെ കേസിലും സംഭവിക്കുന്നത്. ഹോമിയോപ്പതിയുടെ കേസിലും സംഭവിക്കുന്ന കാര്യം ഈ ആയുർവേദത്തിൽ സംഭവിക്കുന്ന പോലെ പല കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളുടെ ഇന്ന് ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാനോ, അല്ലെങ്കിൽ പഠനങ്ങൾ ഒരാൾ വന്ന് ഇന്ന കാര്യം പറയുമ്പോൾ പലരും പറയാറുണ്ട്, പണ്ട് കാലത്ത് പറഞ്ഞു മാംസം ഉപയോഗിച്ചുകൊണ്ടാണ് കൊളസ്ട്രോൾ വരുന്നതെന്ന്. ഇപ്പോൾ പറയുന്നു മാംസമല്ല അപകടകാരി, കാർബോഹൈഡ്രേറ്റാണ് അപകടകാരി എന്ന് പറയുന്നു.
അപ്പോൾ ഓരോ ഇനി ചിലപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ശാസ്ത്രം പറയാമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും. ഇതായിരുന്നില്ല ഇതുകൊണ്ടായിരുന്നില്ല ഈ രോഗം ശമിക്കാതെ പോയതെന്ന് 100 വർഷം മുമ്പ് 100 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ അത്ര നാൾ നമ്മൾ പലതിലും വിശ്വസിച്ചിരുന്ന നമ്മൾ പൊട്ടന്മാരായി മാറും അല്ലേ? കാരണം ആ റേഡിയത്തിൻ്റെ കേസിൽ സംഭവിച്ചതും അല്ലെങ്കിൽ പഴയ ലെഡ് പോയിസണിങ്ങിൻ്റെ കേസിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതൊക്കെ വളരെ ചെറിയ സംഭവമാണ് ഞാൻ പറയുന്നത്. നിരവധി അബദ്ധങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാം. ഭൂമിയെ സൂര്യൻ ചുറ്റിക്കൊണ്ടിരിക്കും. ഭൂമി സ്റ്റേഷനറിയാണ്, സൂര്യനാണ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എന്നാണ് പണ്ട് കാലത്തുള്ള ശാസ്ത്രം. അന്നത്തെ കാലഘട്ടത്തിലെ ശാസ്ത്രമാണത് അന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അന്ന് തന്നെ എല്ലാവർക്കും ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും അത് വിശ്വസിച്ചിരുന്നു. പിന്നീട് മനസ്സിലായി അത് അബദ്ധമായിരുന്നു എന്നുള്ളത്. പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ വീണ്ടും അത് ആ കൺസെപ്റ്റും അബദ്ധമാണെന്ന് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഭൂമിയും സൂര്യനും എല്ലാവരും പല രീതിയിലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വികസിച്ചുകൊണ്ടിരിക്കുക, സ്പേസ് തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇനി 100 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഭൂമിയുടെ ഷേപ്പ് തന്നെ അല്ലെങ്കിൽ ഇത് തന്നെയാണോ എന്നുള്ളത് ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വേറെ ആൾക്കാരേക്ക് വേറെ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് 100% അന്ധമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല ഒരു കാര്യത്തെ പറ്റി. അതുപോലെ തന്നെ നമുക്കറിയാം ഫിസിക്സിലെ ചലന നിയമങ്ങൾ ഫിസിക്സിലുണ്ടായിരുന്ന നിയമങ്ങൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്ടൺ കണ്ടെത്തിയിട്ടുള്ള ചലന നിയമങ്ങൾ വെച്ചിട്ടാണ് ഒരു പരിധിവരെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഭൂമി അല്ലെങ്കിൽ എല്ലാ പ്രതിഭാസങ്ങളുടെയും കാരണം അതാണെന്നൊക്കെയാണ് അന്ന് ശാസ്ത്രജ്ഞന്മാർ നമ്മൾ പഠിപ്പിച്ചത്. പിന്നീട് നമ്മൾ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായി ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ അതിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് സബാറ്റോമിക് ലെവലിൽ ഒരു പാർട്ടിക്കിൾ നടക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ട് നോർമലായിട്ടുള്ള ഒരു ഫിസിക്കൽ ലോ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ശാസ്ത്രത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ലോകം വേറെയുണ്ട്. സബാറ്റോമിക് ലെവലിലുള്ള തന്മാത്രകളുടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വേറെ നിയമങ്ങൾ ആവശ്യമാണ്, വേറെ രീതിയിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഉള്ള നിയമം കൊണ്ട് സാധിക്കില്ല, വേറെ നിയമങ്ങളെ ഉപയോഗിച്ചാലേ സാധിക്കുകയുള്ളൂ എന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ പുതിയ കാര്യങ്ങളാണ് മനുഷ്യന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആറ്റത്തിൻ്റെ ഘടന ഇങ്ങനെയായിരുന്നെന്ന് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു. പിന്നീട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വന്നു. ഇപ്പോൾ പറയുന്നത് വേറെ രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മുമ്പ് കണ്ടെത്തിയതേപോലെയല്ല വേറൊരു രീതിയിലാണെന്ന് ഇപ്പോൾ പറയുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിന് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പഴയതിനെ അത് റിവിഷൻ ചെയ്ത് അത് തെറ്റാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യന് പരിമിതമായ അറിവ് വെച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ശരി മാത്രമാണത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന ശരി മാത്രമാണ്, അത് അൾട്ടിമേറ്റ് ശരിയായിരിക്കണമെന്നില്ല. അതായത് ഒരു അൾട്ടിമേറ്റ് സത്യവും പ്രാദേശിക സത്യമെന്ന് പറയാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സത്യം എന്നുള്ള രണ്ട് തരം സത്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ കഴിവുകളും മനുഷ്യൻ്റെ അറിവുകളും നമ്മുടെ സാധ്യതകളും നമ്മുടെ ടെക്നോളജി വെച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതാണ് സത്യമെന്ന്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ചിലപ്പോൾ ആ സത്യമായിരിക്കണമെന്നില്ല. അപ്പോൾ അത് കുറേ കാലഘട്ടത്തിന് ശേഷവും ചിലപ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ 100 വർഷത്തിന് ശേഷം കണ്ടെത്തുന്ന കാര്യവും സ്ഥിരമായിരിക്കണമെന്നില്ല. പിന്നെയും വീണ്ടും അടുത്ത 100 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ 100 വർഷത്തിൽ കണ്ടെത്തിയ കാര്യത്തിന് വീണ്ടും മാറ്റം സംഭവിക്കും. അപ്പോൾ മനുഷ്യനെ എവിടെയാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശാസ്ത്രത്തെ നമുക്ക് അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടോ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ മനുഷ്യനാകരുത് ഈ ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മനുഷ്യനേക്കാളും ഇൻ്റലിജൻസ് വന്ന ഒരു AI തുടങ്ങിയിട്ടുള്ള റോബോട്ടുകൾ നമ്മളെ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അവർ ശാസ്ത്രം പ്രയോഗിക്കുന്നതിലൊക്കെ വളരെയധികം കൃത്യത ഉണ്ടാവും. കാരണം പല ഇമോഷൻസോ പല കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ല, അല്ലെങ്കിൽ ബിസിനസ് മൈൻഡുകൾ. പക്ഷേ ഈ AI റോബോട്ടുകൾ സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കാനായിട്ട് തുടങ്ങണം. അവിടെയും മനുഷ്യൻ്റെ കമാൻഡ് അനുസരിച്ച് ചെയ്യുന്ന റോബോട്ടുകളാണെങ്കിൽ ഇപ്പോഴും അത് തന്നെയല്ല. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതിലൊക്കെ മനുഷ്യൻ കൊടുക്കുന്ന കമാൻഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ തന്നെ സ്വയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന റോബോട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്
അവരായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതും അതിന് കറക്റ്റായിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല സാധ്യതകളെയും നമ്മളിപ്പോഴും കൊണ്ട് നടക്കണം. ഇപ്പോൾ നമുക്ക് ദൈവവിശ്വാസമില്ലാത്ത പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരും ശാസ്ത്രത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ശാസ്ത്രം പറയുന്ന തെളിവുകളുണ്ടെങ്കിൽ മാത്രം ഞാൻ വിശ്വസിക്കും. അതായത് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു പഴം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരാളോട് പറയുന്നു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു പഴമുണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷേ മറ്റേയാൾ ഒരു റാഷണൽ ചിന്താഗതിക്കാരനും ശാസ്ത്രീയ രീതിയിൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ആൾ പറയുന്നു അവിടെ പഴമുള്ളതിന് തെളിവില്ല, അതുകൊണ്ട് ഞാൻ പഴമുണ്ടെന്ന് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ വിശ്വസിക്കാതെ അയാൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ അൾട്ടിമേറ്റായിട്ട് എനിക്കറിയാം അതിൻ്റെ ഉള്ളിൽ പഴമുണ്ടെന്ന്, കാരണം ഞാനാണത് വെച്ചിരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവനത് തെളിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ പറയും നീ അത് വെക്കണം, എൻ്റെ ഒരു CCTV ഫുട്ടേജ് എനിക്ക് കാണിച്ചതാണ് എന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അല്ലെങ്കിൽ ഇത് പൊക്കി കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അപ്പോൾ എനിക്കത് പൊക്കി കാണിക്കാനുള്ള നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ പറയും എന്നെ വിശ്വസിക്കുക, അതിൻ്റെ ഉള്ളിൽ അതുണ്ട്. അപ്പോൾ റാഷണലായിട്ട് ചിന്തിക്കുന്നവർ അത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യം. ശാസ്ത്രീയ തെളിവുകൾ മാത്രം എല്ലാത്തിലും വേണമെന്ന് വാശി പിടിക്കുന്നവർ പല കാര്യങ്ങളിൽ പല സത്യങ്ങളെയും നിഷേധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതാണ്. അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു പോർഷൻ ഞാൻ പറഞ്ഞത് എന്ന് കരുതിക്കൊണ്ട് ഒരാൾ പറയാണ് ഇന്നൊരു അബദ്ധം, പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യം കൂടി പറയാമെന്ന് വിചാരിക്കും. ഇന്നൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് നുണ വേണമെങ്കിൽ പറയാമല്ലോ വേറെ ആൾക്ക്, അതും ഞാൻ വിശ്വസിക്കണം എന്നുള്ളതും ചോദ്യമാണ്. അപ്പോൾ അതിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് പോസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിന് എന്താ കുഴപ്പം? ശാസ്ത്രീയമായ തെളിവുകളില്ല ഒരു കാര്യം വിശ്വസിക്കുന്നതിന്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, ദൈവം ഉള്ളതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യത്തിന് പോസിബിലിറ്റി ഉണ്ടാവാം എന്നുള്ള കാര്യം വിശ്വസിച്ചുകൂടെ? അങ്ങനെ ഒരു ഓപ്ഷൻ നിലനിൽക്കാം എന്നും കൂടി വിശ്വസിച്ചുകൂടെ? തെളിവില്ലെന്ന് കരുതി ആ ഒരു ഓപ്ഷനേ ഇല്ല എന്ന് മനുഷ്യൻ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഈ മനുഷ്യൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശാസ്ത്രീയ വിശ്വാസികൾ അന്ധവിശ്വാസികളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. അവർ അന്ധമായിട്ട് ശാസ്ത്രത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ചിലപ്പോൾ നടക്കുന്ന കാര്യത്തെ വരെ അവർ അവഗണിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്. ഒരു കാര്യത്തിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളില്ല, ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നും കൂടി വിശ്വസിക്കണ്ടേ? അപ്പോൾ ആ ഓപ്ഷനെങ്കിലും നമ്മൾ വിവേകത്തോടു കൂടി കരുതണം. ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരും ഓക്കെ, നിങ്ങൾ ദൈവത്തിന് തെളിവ് ഉണ്ടാകുമ്പോൾ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നിലനിൽക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നും കൂടിയും നമ്മൾ ഉള്ളിൽ കരുതണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി കാണണം. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ എല്ലാ കാര്യഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നോക്കി കാണുന്ന പല കാര്യഘട്ടത്തിലും ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളറിയാം ഈ ബിഗ് ബാങ് തിയറിയുടെ കാര്യം തന്നെ എടുക്കാം. ശാസ്ത്രം വിശ്വസിക്കുന്നത് ദൈവമില്ല എന്നുള്ള കാര്യമാണ്. ദൈവം എന്നുള്ള സംഭവം ഇല്ല എന്ന് അവരുടെ ഇക്വേഷനിൽ ദൈവത്തിൻ്റെ പോസിബിലിറ്റി ഇല്ല. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻസൊക്കെ കാണുമ്പോൾ നമ്മൾ പല ഫാക്ടേഴ്സും ആംബിയൻറ്റ് ഫാക്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആംബിയൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള കാലഘട്ടത്തിൽ അപ്പോൾ ഇവർ ഈ ഇക്വേഷനിൽ ദൈവം എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ അതില്ലാത്ത തെളിവുകളാണ് അവർ നോക്കി നടക്കുന്നത്. ഇപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ കേസിലായാലും മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഈ വികാസം സംഭവിച്ചത്. അപ്പോൾ ആ പോയിൻ്റ് സൃഷ്ടിക്കുന്നത് ദൈവമാണെന്നുള്ളൊരു പോസിബിലിറ്റി അല്ലെ ദൈവത്തിനും അങ്ങനെ ചാൻസ് ഉണ്ട് എന്നുള്ള പോസിബിലിറ്റി. ദൈവമാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ശാസ്ത്ര തെളിവില്ല, അതുകൊണ്ട് ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവവുമാകാം എന്നുള്ള കാര്യം കൂടി വിശ്വസിച്ചുകൂടെ? ഒരു പോസിബിലിറ്റി ദൈവം, അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി വേറെ രീതിയിൽ, അങ്ങനെയും കൂടി ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ 1000 പോസിബിലിറ്റിയിൽ ഒരു പോസിബിലിറ്റി ദൈവമായിരിക്കാമെന്നും കൂടി അങ്ങനെയെങ്കിലും വിശ്വസിച്ചുകൂടെ നമുക്ക്? അപ്പോൾ അത് വിശ്വസിക്കാനായിട്ട് പോലും തയ്യാറല്ല. കാരണം ദൈവത്തെ അവർ അവരുടെ ചിന്തയിൽ നിന്നൊക്കെ ഇതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷമാണ്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ശത്രുവായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ശാസ്ത്രവിശ്വാസം, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. മനുഷ്യരെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ശാസ്ത്രത്തെ? ഇന്നൊരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ്
നാളെ 100 വർഷത്തിന് ശേഷം പറയും ഈ ടാബ്ലറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേറെ രോഗമുണ്ടായി, നിങ്ങളുടെ വേറെ രോഗത്തിന് കാരണം ഇതാണെന്ന് പറയുമ്പോൾ ഇത്ര നാളത് യൂസ് ചെയ്തിരുന്ന ഒരു മണ്ടന്മാരായി മാറിയില്ലേ എന്ന് കരുതി മരുന്നുകളോ ശാസ്ത്രമോ യൂസ് ചെയ്തെന്നല്ല പറയുന്നത്. അൾട്ടിമേറ്റായിട്ട് മനുഷ്യൻ നന്നാവാതെ അല്ലെങ്കിൽ മനുഷ്യനെ പറ്റി യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നമ്മളൊരു കാര്യത്തെ നമുക്ക് 100% നമുക്ക് സത്യമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സത്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം അൾട്ടിമേറ്റായിട്ട് അത് ശരിയാണെന്ന് പറയണമെങ്കിൽ ഈ ലെവലിൽ നിന്നും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം മനുഷ്യൻ. അതായത് ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ നമ്മളറിയാം 2 ഡയമെൻഷൻ മനസ്സിലാക്കണമെങ്കിൽ 3 ഡയമെൻഷനിൽ നിന്നാൽ മാത്രമാണ് 2 ഡയമെൻഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 3 ഡയമെൻഷൻ മനസ്സിലാക്കണമെങ്കിൽ 4 ഡയമെൻഷനിൽ നിന്നാൽ മാത്രമാണ് 3 ഡയമെൻഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഭൂമിയിലൂടെ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയുള്ള അറിവ് വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്നും മുകളിൽ നിന്നാൽ മാത്രമാണ് നമുക്കത് സാധിക്കുള്ളൂ. പക്ഷെ മനുഷ്യന് ഭൂമിയിൽ തന്നെ ആയതുകൊണ്ടും മനുഷ്യന് ഭൂമിയുടെ ഇതിൽ പെട്ടിരിക്കുന്നത് കൊണ്ടും നമുക്കൊരു കാര്യത്തെ 100% ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഇതുണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യനിതൊക്കെ കാണണം. നമ്മുടെ കൺമുന്നിൽ ബിഗ് ബാങ്, അതുപോലെ തന്നെ പരിണാമങ്ങൾ, അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടായതും ഇതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ ഇതിങ്ങനെയായിരുന്നു എന്ന് പറയാം. അതില്ലാത്തടത്തോളം കാലം ചില തെളിവുകൾ വെച്ചുകൊണ്ട് മാത്രം, ചില തെളിവുകൾ സത്യമാണെന്ന് കരുതിക്കൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ചിന്തയാണ് നമ്മൾ പറയാവുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ തമാശകൾ എന്നുള്ള ഈ വിഷയത്തിൽ ശാസ്ത്രം ചെയ്തിട്ടുള്ള അബദ്ധങ്ങളെ പറ്റി പറഞ്ഞു. ഇതുപോലെ നിരവധി അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്കറിയാം. ഇനി അടുത്ത വർഷങ്ങളിലോ ഒരു 10 വർഷം കഴിയുമ്പോൾ 100 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ അബദ്ധമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിരവധി പേര് ബലിയാടായി മാറുകയും ചെയ്തിട്ടുണ്ടാവും. ഇന്ന് പലർക്കും ഇപ്പോൾ നമുക്കറിയാം പല രീതിയിൽ ക്യാൻസറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പല രോഗങ്ങളും. ഒരു സൈഡിൽ കൂടെ മനുഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ശാസ്ത്രം മൂലം മനുഷ്യൻ്റെ ആരോഗ്യം കൂടി അല്ലെങ്കിൽ ആയുസ് കൂടി എന്ന് പറയുമ്പോൾ വേറൊരു സൈഡിൽ കൂടെ രോഗങ്ങൾ പല രീതിയിലുള്ള രോഗങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രോഗങ്ങളുടെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന് ചിലപ്പോൾ ഒരു 100 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെൽത്തി ആണെന്ന് പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്തിരുന്ന പല കാരണങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ പല രോഗങ്ങളെയും കാരണം. അപ്പോൾ അത് യൂസ് ചെയ്തിരുന്ന നമ്മളാരായി? വെറും മണ്ടന്മാരായോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ശാസ്ത്രം തള്ളിക്കളയുക എന്ന് കരുതി എന്ന ശാസ്ത്രത്തിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ നമുക്ക് സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് നമുക്കതേ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അപ്പോഴും ചിന്തിക്കുക, അത് പൂർണ്ണമല്ല, അത് 100% സത്യമല്ല, അതിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അത് ഉപയോഗിക്കുക. വെൽക്കം ടു കോമൺ സെൻസ്.